ഞാനിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഫേഷ്യൽസിനെ കുറിച്ചിട്ടാണ്. ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ഫേഷ്യൽസ് ഉണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഫേഷ്യൽസ്, അതിൽ ഫേഷ്യൽസ് ചെയ്യുന്നത് നമ്മൾ എന്താ ഫേസിന് നല്ലതാണ്. മന്ത്ലി ഓരോ ഫേഷ്യൽസ് ചെയ്യണത് ഇപ്പം മുഖത്തിന് മസാജൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും, മസാജ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് സ്കിന്നിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ബ്യൂട്ടി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ മന്ത്ലി ഓരോ ഫേഷ്യൽസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫേഷ്യൽസിൽ ഇപ്പോൾ നോർമൽ ഫേഷ്യലുണ്ട്. ഇപ്പോൾ മന്ത്ലി ഇപ്പോൾ സ്കിന്നിൽ ചെയ്യുന്നത് നമുക്ക് സ്കിന്ന് നല്ല കെയർ ആയിട്ടിരിക്കും, സ്കിന്ന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടും, നല്ല ഗ്ലോ ആയിരിക്കും. പിന്നെ വന്നിട്ട് ഫ്രൂട്ട് ഫേഷ്യൽസ് ഉണ്ട്. ഫ്രൂട്ട് ഫേഷ്യൽസിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പപ്പായ ഫേഷ്യൽസ് ആണ്. യങ്ങേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫേഷ്യലാണ് ഫ്രൂട്ട് ഫേഷ്യൽസ് എന്ന് പറയുന്നത്. അതിൽ പപ്പായയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പപ്പായ ഫേഷ്യലാണ് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സിൽ. അത് ചെയ്യുകയാണെങ്കിൽ ഫേഷ്യലിൽ ഗ്ലോ കിട്ടുകയും ചെയ്യും, നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുകയും ചെയ്യും. അടുത്ത് വന്നിട്ട് പേൾ ഫേഷ്യലാണ്. പേൾ ഫേഷ്യൽ വന്നിട്ട് ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലതാണ് പേൾ ഫേഷ്യൽ ചെയ്യുന്നത്. ഓയിലി പിന്നെ ഫ്രീ ആയിട്ട് സ്കിന്നിൽ കാണിക്കും. അതോടൊപ്പം തന്നെ ഓയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ പേൾ ഫേഷ്യൽ നല്ലതാണ്. നല്ലൊരു ലുക്ക് കിട്ടും പേൾ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്ക്. അടുത്ത് വന്നിട്ട് ഓക്സി ഫേഷ്യലാണ്. ഓക്സി ഫേഷ്യൽ വന്നിട്ട് സ്കിന്ന് വന്നിട്ട് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും ഹെൽത്തി ആവാനും ഓക്സി ഫേഷ്യൽ നല്ലതാണ്. ഇപ്പോൾ ഓക്സി ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനോട് നിങ്ങൾക്കൊരു ബ്ലീച്ച് കൂടെ കിട്ടുന്നതാണ്. കുറച്ചുകൂടെ നല്ല സ്കിൻ നല്ല ബ്രൈറ്റ്നെസ് ആയിരിക്കും, ഗ്ലോ ആയിരിക്കും ചെയ്യും. അടുത്ത് വന്നിട്ട് ഡയമണ്ട് ഫേഷ്യലാണ്. അത് ഡാമേജ് ഉള്ള സ്കിന്ന് ഫേസിൽ ഡാമേജ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു ഫേഷ്യലാണ് ഡയമണ്ട് ഫേഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്, പിന്നെ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് അതൊക്കെ മാറുന്നതിന് ഡയമണ്ട് ഫേഷ്യൽസ് നല്ലതാണ്. അതുപോലെ തന്നെ ഡാമേജ് കുറച്ച് സ്കിന്നിൽ ഡാമേജിന് ഏറ്റവും നല്ലൊരു ഫേഷ്യലാണ് ഡയമണ്ട് ഫേഷ്യൽ. ഡാമേജ് ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ്. ഡ്രൈ ആയിട്ടുള്ളവർക്കും ഡയമണ്ട് ഫേഷ്യലാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത് വന്നിട്ട് ഇപ്പോഴത്തെ ഏറ്റവും നിൽക്കുന്ന ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് ഹൈഡ്ര ഫേഷ്യലാണ്. ഹൈഡ്ര ഫേഷ്യൽ വന്നിട്ട് സ്കിന്ന് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. പിന്നെ ടോപ്പ് സ്കിന്നിലെ ലെയറിനെ തന്നെ ക്ലീനായിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്യുകയും നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഹൈഡ്ര ഫേഷ്യൽ. ഇതിപ്പോൾ ഏത് ടൈപ്പ് സ്കിന്നുള്ളവർക്കും ഇത് ഹൈഡ്ര ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്ലോ ഫേഷ്യൽ വന്നിട്ട് ഗ്ലോ വൈറ്റ്നസ് ഉണ്ട്, ഗ്ലോ ഫേഷ്യലുണ്ട്. പിന്നെ ഗോൾഡൻ ഫേഷ്യൽ വന്നിട്ട് പിന്നെ സ്കിന്നിലൊരു യെല്ലോ ഗ്ലോ കിട്ടുന്നതായിരിക്കും. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഗോൾഡൻ ഫേഷ്യൽ നല്ലതാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ചാർക്കോൾ ഫേഷ്യലാണ്. അത് ഓയിലി സ്കിന്നുള്ളവർക്ക് ചാർക്കോൾ ഫേഷ്യൽ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ വന്നിട്ട് വിറ്റാമിൻ സി, ഓറഞ്ച് ഫേഷ്യൽസ്, ഇത്രയും ഫേഷ്യൽസാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേഷ്യൽസിനെ കുറിച്ചൊന്ന് പറഞ്ഞത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എന്താ വീഡിയോ നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.